ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരുമെന്ന് കരുതി നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു പരീക്ഷയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, KAS അല്ലെ. മരുഭൂമിയിലെ മഴ പോലെ അതിന് എന്നാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്താണ് വളരെ പ്രതീക്ഷ തരുന്നൊരു വാർത്ത. ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു അല്ലെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടുത്ത ബാച്ച് ഉടൻ വിളിക്കും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു പത്രവാർത്ത വന്നിട്ടുണ്ട്, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് തന്നെ KAS ഉടൻ പരീക്ഷ വരാൻ സാധ്യതയുണ്ടെന്നുള്ള വളരെ പോസിറ്റീവായ സൂചന പല സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷെ ഇത് വിളിക്കുവോ? കുറെ വർഷമായി നമ്മൾ പല രീതിയിലുള്ള വാർത്തകളും പല സ്ഥലത്ത് നിന്ന് കേൾക്കുന്നു. ഇതെങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ സപ്പോസ് KAS വിളിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്കിപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്, സബ് ഇൻസ്പെക്ടർ പരീക്ഷ വന്നിട്ടുണ്ട്, ഡിഗ്രി ലെവലിൽ ധാരാളം മറ്റ് പരീക്ഷകളുണ്ട്. അപ്പോൾ ഏതിന് തയ്യാറെടുക്കണം? ഇത്തരത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പല ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഈ വീഡിയോ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവാണ്. ഇൻ കേസ് നിങ്ങൾക്ക് പിന്നെയും സംശയം ബാക്കിയുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അതിന് പരമാവധി ഞാൻ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, KAS, ഇത് ഇന്നല്ലെങ്കിൽ നാളെ വന്നേ പറ്റൂ. കാര്യം കേരള ബ്യൂറോക്രസിയുടെ ഫ്യൂച്ചർ ആണത്. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു മഹാസംഭവമല്ല. തമിഴ്നാട്ടിൽ ഇത് ഓൾറെഡി ഉണ്ട്. കർണാടകയിൽ കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്. നിങ്ങൾ നോർത്ത് ഇന്ത്യ നോക്കുക, രാജസ്ഥാനിലേക്ക് നോക്കുക, രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്. അത്തരത്തിലുള്ള സർവീസ് അനിവാര്യമായ ഒരു കാര്യമാണ്. അതില്ലാതെ നമ്മുടെ ഭരണത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ആ പരീക്ഷ വിളിച്ചേ പറ്റൂ. കുറെ നെഗറ്റീവ് വാർത്തകൾ പലയിടത്തുനിന്ന് വരുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഇത് എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് കഴിഞ്ഞ LSGS പരീക്ഷയുമായാണ്. LSGS പരീക്ഷ വരില്ല എന്ന് ഭയങ്കര രീതിയിലുള്ള പ്രചരണമാണ്. സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി പരീക്ഷ വന്നപ്പോൾ, പക്ഷെ പരീക്ഷ വന്നു, അതാണ് ഹൈലൈറ്റ്. ഇത്രയും പവർഫുൾ ആയ ഒരു പരീക്ഷ LSGS, അത്രയും പവർഫുൾ ആയ ഒരു പോസ്റ്റ്, പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ട് ബ്യൂറോക്രാറ്റിക് പോസ്റ്റ് ആണ്. അതിനുവേണ്ടി പഠിച്ച് നേരത്തെ തന്നെ തയ്യാറെടുത്ത കുട്ടികൾ ഇപ്പോൾ പ്രിലിംസ് പാസ്സായി മെയിൻസിന് വളരെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ടിരിക്കുകയാണ്. KAS-ഉം അത്തരത്തിലുള്ള ഒരു പവർഫുൾ ജോലിയാണ്. കേരള PSC-യിൽ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ്. സർവീസിൽ കയറിയാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് IAS കൺഫർ ചെയ്ത് കിട്ടുന്ന ഒരു മാജിക്കൽ സർവീസ്. അപ്പൊ ആ ഒരു സർവീസ്, അത്രയും വലിയ ഓപ്പർച്യൂണിറ്റി തരുന്ന സർവീസ്, കുറച്ച് ലേറ്റ് ആയാൽ പോലും അതിനുവേണ്ടി പഠിക്കുന്നതും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതും ഒരിക്കലും നഷ്ടമായിരിക്കില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. 2017-ലൊക്കെയാണ്, 17-18 ആ ഒരു പീരീഡിലാണ് KAS വിളിക്കാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ബാച്ചിനെ വിളിക്കും എന്നുള്ള ധ്വനി കേൾക്കുന്നത്. പക്ഷെ ഇത് വിളിച്ചത് 2019-ലാണ്. പക്ഷേ അതിന്റെ ആദ്യ സൂചന കിട്ടിയ നാൾ മുതൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് സർവീസിൽ കയറിയത് മുഴുവൻ. ഓക്കെ, KAS-ന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് പ്രിലിംസിന്റെ ഡേറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം ഒക്കെ പഠിക്കാം എന്നുള്ള ധാരണയിൽ ഇരുന്നിട്ടുള്ള ആരും സർവീസിൽ കയറിയിട്ടില്ല. നമ്മൾ മുൻകൂട്ടി കാണണം. കുറച്ച് വി ഷുഡ് ഏബിൾ ടു സീ ദ ഫ്യൂച്ചർ. ഭാവിയെ മുൻനിർത്തി തീരുമാനം എടുക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നേടാൻ കഴിയാത്ത ഉത്ര ഉയരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക. സത്യമാണ്, KAS കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ലേറ്റൻസി മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പരീക്ഷയുടെ സിലബസ് കുത്തിയിരുന്ന് പഠിക്കുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ ഇരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ പരീക്ഷ വരാൻ പോകുമ്പോൾ മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ സാധിക്കും. നിങ്ങൾ പിന്നിലായിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. KAS സിലബസ് പഠിച്ചു തുടങ്ങുക. അപ്പം മറ്റ് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ത് ചെയ്ത് ഉപേക്ഷിക്കണോ? അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ, ധാരാളം പരീക്ഷകൾ വേറെയുണ്ട്, അതൊന്നും നിങ്ങൾ ഉപേക്ഷിക്കേണ്ട. ഈ പരീക്ഷകൾക്കൊക്കെ, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, KAS ആയിക്കോട്ടെ, ഈ പരീക്ഷകൾക്കൊക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിക്കും. അതിന് നിങ്ങളെ സഹായിക്കുന്ന സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വരും. യെസ്, KAS അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഈ രണ്ട് പരീക്ഷകൾക്കും നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിക്കും. ബിക്കോസ് രണ്ട് പരീക്ഷകളിലും അത്യാവശ്യം UPSC യൂണിവേഴ്സിറ്റി നിലവാരത്തിലേക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, മാത്സ് അല്ലെങ്കിൽ IT, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇംഗ്ലീഷ്, മലയാളം, ഇതൊക്കെ രണ്ട് പരീക്ഷയ്ക്ക് ഒരുപോലെ തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് പഠിച്ചേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ കുറച്ചൊരു എഫേർട്ടും കൂടി ഇട്ട് രണ്ട് പരീക്ഷയ്ക്കും ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിച്ചുകൂടെ? അതാണ് എന്റെ ചോദ്യം. ഇപ്പോൾ 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഭഗത് സിംഗിന്റെ ചരിത്രം, ഇതെല്ലാം KAS-നും പഠിക്കണം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും പഠിക്കണം. അല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്താണ്, ഫിസ്ക്കൽ പോളിസി എന്താണ്, ഇതൊക്കെ രണ്ട് പരീക്ഷയ്ക്കും നമ്മൾ വിശാലമായി പഠിച്ചിട്ട് പോകേണ്ടത് തന്നെയാണ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് നിലവാരത്തിൽ തന്നെയാണ് നമുക്ക് ഇതൊക്കെ പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ട് പരീക്ഷയ്ക്കും കൂടെ നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിക്കും. നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ നോക്കുക. അപ്പൊ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ
ഡിഗ്രി ലെവലിൽ ഒരു വ്യക്തി തന്നെ ആയിരിക്കും പല റാങ്ക് ലിസ്റ്റിലുള്ളത്. എന്തുകൊണ്ട്? അയാൾ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് അറിയാം, യെസ്, ഇപ്പം ഇന്ത്യൻ ജോഗ്രഫി അത് എല്ലാ പരീക്ഷയ്ക്കും ഒരുപോലെയാണ്, അത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരു വെടിക്ക് അത്രയും പക്ഷികൾ നമുക്ക് കിട്ടും. സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് എക്സ്ട്രാ ഫോക്കസ് ചെയ്ത് ഒന്ന് എക്സ്ട്രാ ഫോക്കസ് ഇട്ട് പഠിക്കേണ്ട ഒരു ഏരിയ. മറ്റുള്ള ഒരു ഏരിയാസ് നമുക്ക് ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഇപ്പൊ എന്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, ഇത് സിലബസ് വളരെ സിമിലർ ആണ്. ഞാൻ എല്ലാത്തിനും കൂടെ ഒറ്റപ്പെടുത്തമാണ് പഠിച്ചത്. അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചു. ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ റാങ്ക് കുറച്ച് കുറവാണെങ്കിലും മറ്റേതിൽ സേഫ് റാങ്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ്. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കുറച്ചൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് നിർഭാഗ്യം ഒരു പരീക്ഷയിൽ നമുക്ക് പറ്റിപ്പോയാലും, ഇപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എനിക്ക് പറ്റിയതാ, ബബിൾ ചെയ്ത് പലതും മാറിപ്പോയി. പക്ഷേ എക്സൈസ് ഇൻസ്പെക്ടറിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഭാഗ്യം തുറച്ചു, കറക്റ്റ് രീതിയിൽ ബബിൾ ചെയ്ത് മറ്റു കാര്യങ്ങളെല്ലാം സെറ്റായി. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന പോലെയാണ് നമ്മൾ പല ഒരേ സമയം ഒരേ സിലബസിൽ അല്ലെങ്കിൽ സിമിലർ സിലബസിൽ വരുന്ന പരീക്ഷകൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സേഫ്റ്റി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നന്നായി വരും. ഇതൊക്കെ നമ്മളെ കൊണ്ട് പൊക്കിയാലും പൊങ്ങുന്ന മലകൾ മാത്രമാണ്, അല്ലാതെ വലിയ അനങ്ങാപ്പാറ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ശത്രുവിനെയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ് വാർത്തകൾ. ഇതൊന്നും വരാൻ പോകുന്നില്ല, ഇതൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, അപ്പോവിന് നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ പിന്നിലേക്ക് വലിക്കാൻ ശ്രമിക്കും. കാര്യം അവർക്ക് ഒരിക്കലും സഹിക്കില്ല നിങ്ങളൊരു KAS ആവുന്നതോ ഭാവിയിൽ IAS കിട്ടുന്നതോ ഒന്നും സഹിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാർ നിങ്ങളുടെ ചുറ്റിനുമുണ്ട്. അവരൊക്കെ നിങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ് പിന്നിലേക്ക് വലിക്കും. അതുകൊണ്ട് തന്നെ എൻഡ് ഓഫ് ദി നമ്മുടെ കൺവിക്ഷൻ, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ള ആത്മവിശ്വാസം അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയാണെങ്കിലും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ PSC മാത്രം പഠിച്ചെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് പഠിക്കുകയാണെങ്കിലും, എന്ത് എഫേർട്ട് എടുക്കുകയാണെങ്കിലും, എന്ത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലും ആ ഒരു കറേജ് ഓഫ് കൺവിക്ഷൻ, നമ്മൾ ചെയ്യുന്നതിന്റെ ശരിയിൽ ഉറച്ച വിശ്വാസം നൽകി മുന്നോട്ട് പോവുക. വിജയം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. ഈ പരീക്ഷകൾക്കൊക്കെ വളരെ അഫോർഡബിൾ ആയ ഒരു ഫീസിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ ഞങ്ങൾ പല ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള ബാച്ചസ് ഉണ്ട്. അതല്ല, നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മാത്രം തയ്യാറെടുത്താൽ മതിയെങ്കിൽ അതിനുള്ള ബാച്ച് ഉണ്ട്. സബ് ഇൻസ്പെക്ടറിന് മറ്റ് ബാച്ച് ഉണ്ട്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് പ്രിലിംസ് മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ ഡിഗ്രിയിൽ പ്രിലിംസ് ബാച്ച് ഉണ്ട്. വെറും 1000 രൂപയാണ് പ്രിലിംസ് ബാച്ചിനുള്ളത്. ഏറ്റവും ആഴത്തിലുള്ള ക്ലാസ്സുകൾ പുതിയ പാറ്റേണിൽ വളരെ സമഗ്രമായി തന്നെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു. കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ ടെലിഗ്രാം മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആത്മവിശ്വാസം ഒട്ടും ചോർന്നു പോകാതെ ഇനി വരാൻ പോകുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് മുതൽ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങും എന്ന് കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതൊരു വാക്കായിരിക്കണം, ഒരു അഫർമേഷൻ ആയിരിക്കണം. ഈ അഫർമേഷൻ ആണ് പിന്നീട് റിയാലിറ്റി ആയി മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഓൾ ദി ബെസ്റ്റ്.